PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ വേൾഡ് ജോഗ്രഫിയിലെ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളുടെ ഭാഗം 3ലേക്ക് പാർട്ട് 3ലേക്ക് സ്വാഗതം. അത് വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പല പാർട്ടുകളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓരോ ഭൂരൂപീകരണ കാരകങ്ങൾ, അതിനെ ഹെൽപ്പ് ചെയ്ത് ജിയോമോർഫിക് ആയിട്ടുള്ള ഏജന്റുകളുണ്ട്. ആ ഏജന്റുകളിൽ ആദ്യം നമ്മൾ നോക്കുന്നത് റണ്ണിങ് വാട്ടർ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ റണ്ണിങ് വാട്ടറിൽ തന്നെ ഒഴുകുന്ന ജലത്തിന്റെ അപരദന രൂപങ്ങൾ ഏതാ? ഇറോഷണൽ ലാൻഡ് ഫോംസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്. അപ്പൊ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് നോക്കുന്നത്. അപരദന രൂപങ്ങളിൽ ആദ്യമാണ് താഴ്വരകൾ, വാല്യൂസ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതും ഇടുങ്ങിയതുമായ ചാലുകളായാണ് ഇത് ആദ്യം രൂപപ്പെടുന്നത്. ആദ്യം ചെറിയ ചാലുകൾ, റീൽസ് ആയിട്ടാണ് രൂപപ്പെടുന്നത്. ഈ റീൽസ് കുറച്ചുകൂടി വലുതായി പിന്നെ എന്തായിട്ട് മാറും? ഗള്ളീസ് ആയിട്ട് മാറും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാലക്രമേണ അവയുടെ നീളവും വ്യാപ്തിയും വർദ്ധിച്ച് ഗള്ളികൾ എന്ന വലിയ ചാലുകളായിട്ട് മാറുന്നു. അപ്പോൾ ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു പ്രോസസ്സ്. ചെറിയ ഇതിൽ നിന്ന്, അതായത് റിൽസിൽ നിന്നും ഗിൽസ് ആകുന്നു, ഗള്ളീസ് ആകുന്നു, ഗള്ളീസിൽ നിന്നും വാല്യൂ, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എന്തൊരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുവാണെങ്കിൽ റിൽസ് അത് ഗള്ളീസ് ആവുന്നു. ഗള്ളീസ് പിന്നെ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? വാല്യൂസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഗള്ളികളും ആഴവും നീളവും പരപ്പും വർദ്ധിച്ച് ഒടുവിൽ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? വാല്യൂസ്, താഴ്വരകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ മനസ്സിലായി കാണും. ആദ്യം ചെറിയ ചാലാണ് ഉണ്ടാകുന്നത്. ആ ചെറിയ ചാലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിൽസ് എന്ന് പറയുന്നത്. ഈ റിൽസ് പിന്നെ കാലക്രമേണ കുറച്ചും കൂടി വലുതാവുമ്പോൾ അത് എന്തായിട്ട് മാറും? ഗള്ളീസ് ആയിട്ട് മാറും. ഈ ഗള്ളീസ് പിന്നെ വലുതായാണ് താഴ്വരയായിട്ട് മാറുന്നത്. അപ്പോൾ റണ്ണിങ് വാട്ടറിലെ ഇറോഷണൽ ലാൻഡ് ഫോമിലെ ആദ്യം അപരദന ഭൂരൂപത്തിലെ ആദ്യം നമ്മൾ പഠിക്കുന്നത് താഴ്വരകളാണ്. അപ്പോൾ അതിലെ ഓരോ ഘട്ടവും അല്ലെങ്കിൽ റിൽസ്, ഗള്ളീസ്, വാല്യൂസ് നോക്കിക്കഴിഞ്ഞു. ഇനി ആകൃതി, പ്രത്യേകതകൾ എന്നിവയെ അടിസ്ഥാനമാക്കി, എന്തിനൊക്കെയാണ്? ആകൃതിയും അതിന്റെ പ്രത്യേകത, അതിന്റെ പെക്യുലാരിറ്റീസിനെയും അടിസ്ഥാനമാക്കി താഴ്വരകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. എത്രയാണ്? 3ആയിട്ട് തരംതിരിക്കാം. ഈ 3 എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വി ഷേപ്പ്ഡ് താഴ്വരകൾ, വി ഷേപ്പ്ഡ് വാല്യൂസ് എന്നും, അതുപോലെ തന്നെ ഗോർജസ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കാനിയോൺസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വി രൂപ താഴ്വര, ഗിരികന്ധരം, ബൃഹത് ഗിരികന്ധരം, കാനിയോൺ, ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമാകുന്ന അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് നദികളുടെ ആഴം വർദ്ധിക്കും. അതായത് ഇപ്പൊ ഒരു ഈ നദി ഒഴുകുമ്പോൾ അതിന്റെ ഒഴുക്കിന്റെ വേഗത, അതിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. ആ സ്പീഡ് കൂടുന്നതിന് ആ സ്പീഡ് ശക്തമാകുകയും ചെയ്യും. ഈ ശക്തമാകുമ്പോൾ എന്ത് കൂടും? അപരദന പ്രക്രിയ, ഇറോഷൻ കൂടും. ഈ ഇറോഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നദി എന്ത് ചെയ്യും? താഴേക്ക് എന്ത് ചെയ്യും? ഇപ്പൊ ഇങ്ങനെ പതിയെ ഈ അപരദനം കൂടുന്നതനുസരിച്ച് ഇതിന്റെ അടിത്തട്ട് എങ്ങനെയായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. അപ്പൊ ഈ ഇങ്ങനെ ആയി മാറുന്ന പ്രക്രിയ, നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുമ്പോൾ താഴ്വരകൾക്ക് വി എന്ന അക്ഷരത്തിന്റെ ആകൃതിയാണ് കിട്ടുന്നത്. ആ വി അക്ഷരത്തിന്റെ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി എന്ന അക്ഷരത്തിന്റെ ആ ഒരു രീതി, അതായത് അത് കാണുമ്പോൾ നമുക്ക് ഒരു വി അക്ഷരം പോലെ തോന്നും. ആ ഒരു അക്ഷരത്തിന്റെ ആകൃതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വി ഷേപ്പ്ഡ് താഴ്വര, വി ഷേപ്പ്ഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഈ താഴ്വരകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ താഴ്വരകൾ പിന്നെ സാധാരണയായിട്ട് ഇത് രൂപപ്പെടുന്നത് സാധാരണയായി കുത്തനെയുള്ള ചരിവുകളുള്ള പ്രദേശങ്ങളിലും യുവനദികളുടെ ഉപരിഘട്ടത്തിലുമാണ് കാണപ്പെടുന്നത്. യുവനദികളുടെ യൂത്ത് സ്റ്റേജിൽ, ഉപരിഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും അതിൻ്റെ നല്ല സ്പീഡ് ഉണ്ടാവും, അല്ലെ? അത്രയും നല്ല സ്പീഡായിട്ടായിരിക്കും എന്ത് ഒഴുകുന്നത്? ജലം ഒഴുകുന്നത്. അപ്പം അങ്ങനെ ഒഴുകുമ്പോൾ അപരദനം കൂടുതലായിരിക്കും. ഈ അപരദനം കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഏത് ഷേപ്പിലേക്ക് പോകുന്നത്? വി ഷേപ്പിലേക്ക് പോകുന്നത്. വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബവുമായ വശങ്ങളോട് കൂടിയ താഴ്വരകളാണ് ഗോർജസ് എന്ന് പറയുന്നത്. വളരെ ആഴമുള്ളത്. അപ്പൊ വി ഷേപ്പ് പോലെ ആയിരിക്കില്ല, വളരെ ആഴമുണ്ടായിരിക്കും. വളരെ ആഴമുള്ളതും ചെങ്കുത്തോ ലംബമായ വശങ്ങളോടുകൂടിയാണ് ഗോർജസ് എന്ന് പറയുന്നത്. ഗിരികന്ധരങ്ങളുടെ മുകൾ ഭാഗം, അതായത് ഗോർജസ് എന്താണ് മലയാളത്തിൽ? ഗിരികന്ധരങ്ങളുടെ മുകൾ ഭാഗം മുതൽക്ക് ചുവട് വരെ ഏറെക്കുറെ ഒരേ വീതി ആയിരിക്കും. അതിന് സെയിം വീതി ആയിരിക്കും. അത് നമ്മൾ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ എന്തായിരിക്കും? ഒരേ വീതി ആയിരിക്കും. അപ്പൊ ഗിരികന്ധരങ്ങൾ കാഠിന്യമേറിയ ശിലകളിൽ, കട്ടിയുള്ള ഹാർഡ് റോക്സിലാണ് ഇത് രൂപീകരിക്കുന്നത്. ഗോർജസ് ഗിരികന്ധരങ്ങളും
കാനിയോൺ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഗിരികന്ധരത്തിന്റെ മുകൾ ഭാഗമാണെങ്കിലും ചുവട് ഭാഗവും ഏറെക്കുറെ ഒരേ വീതിയിലായിരിക്കും. ആ വീതി എങ്ങനെയായിരിക്കും? ഒരേ വീതിയിലായിരിക്കും. അപ്പൊ ഇനി അടുത്തതിൽ നമ്മൾ നോക്കുമ്പോൾ കാനിയോണിൽ നോക്കുമ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി നോക്കൂ, കുത്തനെ പടവുകൾ പോലെ വശങ്ങളോട് കൂടിയതും ഗിരികന്ധരങ്ങളോളം ആഴമുള്ളതുമായ താഴ്വരകളാണ് ബൃഹത് ഗിരികന്ധരങ്ങൾ, കാനിയോൺ എന്ന് വിളിക്കുന്നത്. ബൃഹത് ഗിരികന്ധരങ്ങളുടെ മുകൾ ഭാഗത്തിന് ചുവട് ഭാഗത്തെ അപേക്ഷിച്ച് വിസ്താരം കൂടുതലായിരിക്കും. അതായത് മുകൾ ഭാഗത്തിന് ചുവട് ഭാഗത്തിന് മുകൾ ഭാഗമായിരിക്കും എന്നുള്ളത് വിസ്താരം കൂടുതലും, ചുവട് താഴെ എത്തുമ്പോഴത്തേക്കും അതിന് എന്താണ്? വിസ്താരം കുറവായിരിക്കും. അങ്ങനെയുള്ള താഴ്വരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബൃഹത് ഗിരികന്ധരങ്ങൾ. ഗിരികന്ധരങ്ങളല്ല, ഗിരികന്ധരങ്ങൾ ഗോർജസ് ആണ്, ബൃഹത് ഗിരികന്ധരങ്ങൾ കാനിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാദ ശിലകൾ കൊണ്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഈ കാനിയോൺസ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഹാർഡ് റോക്സിലാണ് ഏത് വരുന്നത്? ഗോർജസ് വരുന്നത്. ബൃഹത് ഗിരികന്ധരങ്ങളിലാണെങ്കിൽ അവസാദ ശിലകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, അപ്പൊ നമ്മൾ ആദ്യത്തെ, അതായത് ഇറോഷണൽ ലാൻഡ് ഫോംസിൽ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, താഴ്വരകൾ, വാല്യൂസിനെ പറ്റി പറഞ്ഞു. ഇനി രണ്ടാമത്തെ ആളാണ് ഏതെന്ന് പറയുന്നത്? പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്. എന്താ പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്? പോർട്ട് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയുടെ അടിത്തട്ടിൽ ചരൽ, മണൽ, ഉരുളൻ കല്ലുകൾ ചുറ്റിത്തിരിയുന്നതിനാൽ ഉണ്ടാകുന്ന ആഴമുള്ള കുഴികളെയാണ് ഉൾക്കുഴികൾ എന്ന് പറയുന്നത്. അതായത് പോർട്ട് ഹോൾസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലഞ്ച് പോൾസ് ഉണ്ട്. അതായത് ഈ പോർട്ട് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ അടിത്തട്ടിൽ ഈ ചരലും മണൽക്കൾ ഇതൊക്കെ ചുറ്റിത്തിരിഞ്ഞുണ്ടാകുന്ന ഒരു ആഴമുള്ള ഒരു കുഴി ഉണ്ടാവും. ആ കുഴിയെയാണ് നമ്മൾ ഉൾക്കുഴികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഉൾക്കുഴികൾ എന്ന് പറയുന്നത്. ഇവ ശക്തമായ ഒഴുക്കുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഉപരിഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. ഉപരിഘട്ടത്തിലാണ് ശക്തി കൂടുതൽ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗത്താണ് ഏത് കൂടുതലും കാണപ്പെടുന്നത്? പോർട്ട് ഹോൾസ് കാണപ്പെടുന്നത്. സാധാരണയായി വൃത്താകൃതിയിലോ സിലിണ്ടർ ആകൃതിയിലോ ആയിരിക്കും കാണപ്പെടുന്നത്. കാലക്രമേണ ഇവയുടെ വലിപ്പവും ആഴവും എന്ത് ചെയ്യും? വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ ആഴവും വലിപ്പവും വ്യത്യാസപ്പെട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിക്കേ, ഈ പിക്ചറിൽ നോക്കിക്കേ, ഇങ്ങനെ ഒരു എന്താണ് ഗർത്തം പോലെ അല്ലെങ്കിൽ ഒരു കുഴി പോലെ ഉണ്ടാകുകയാണ്. ഒരു നദിയുടെ അടിത്തട്ടിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ പ്ലഞ്ച് പൂൾസ് എന്താണെന്ന് നോക്കാം. പ്ലഞ്ച് പൂൾസ് എന്ന് പറയുന്നത് എവിടെയാ കാണപ്പെടുന്നത് അറിയാമോ? വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിലായിരിക്കും പ്ലഞ്ച് പൂൾസ്. ഇതിന്റെ ഈ മലയാളം പേരിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടും ഉരക്കുഴികൾ. എന്താ ഉരക്കുഴികൾ എന്ന് പറയുന്നത്? വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിൽ ശക്തമായി വീഴുന്ന ജലധാരയും അതോടൊപ്പം വീഴുന്ന ശിലാഖണ്ഡങ്ങൾ. ജലം മാത്രമല്ല, ഈ നദി ഒഴുകിക്കൊണ്ട് വരുന്നതിൽ ചില ശിലാഖണ്ഡങ്ങൾ, റോക്സും അല്ലെ ചില പാറകഷ്ണ ങ്ങളൊക്കെ ഉണ്ടാവും. ഇത് വന്ന് ഇത് നോക്കിക്കേ, ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീഴുമ്പോൾ ഇങ്ങനെ വന്ന് ഒരു കുഴി രൂപീകരിക്കും. ഈ കുഴിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇത് വാട്ടർഫോൾ ആണെങ്കിൽ ഇവിടെ വന്ന് ഈ കുഴി പതിയെ ഈ കുഴിയിൽ കിടന്നിട്ട് ഈ കല്ലുകളുണ്ടല്ലോ, ഈ ശിലാഖണ്ഡങ്ങളെല്ലാം അവിടെ ഇങ്ങനെ കറങ്ങും അല്ലെ, അതിങ്ങനെ ഉരഞ്ഞുരഞ്ഞ് എന്തായിട്ട് മാറും? കുഴിയായിട്ട് മാറും. അതാണ് ഉരക്കുഴികൾ. എന്താ? പ്ലഞ്ച് പൂൾസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഇറോഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറോഷൻ ലാൻഡ് ഫോംസിലാണ് നമ്മൾ ഈ മൂന്നാമത്തേതായിട്ട് ഇത് പഠിച്ചത്. എന്ത്? പ്ലഞ്ച് പൂൾസ് പഠിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, നാലാമത്തേതാണ് ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ്, ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകൾ. അപ്പൊ എന്താണ് മിയാൻഡറുകൾ എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മിയാൻഡറുകളെ പറ്റിയിട്ട് പറഞ്ഞു. ശരിക്കും മിയാൻഡർ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഫോം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് അതിന്റെ ആ കോഴ്സിൽ നടക്കുന്ന ഒരു ഇതാണ്. അതായത് എന്താണ്, ഈ നല്ല ഒഴുകുന്ന ജലം പോകുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നദി പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇൻസൈസ്ഡ് മിയാൻഡർ എന്ന് പറയുന്നത് ഒരു ഇറോഷണൽ, റണ്ണിങ് വാട്ടറിന്റെ തന്നെ ഒഴുകുന്ന ജലത്തിന്റെ ഇറോഷണൽ ലാൻഡ് ഫോമിൽ വരുന്നതാണ്. കാഠിന്യമേറിയ ശിലകളിൽ രൂപപ്പെടുന്ന ആഴവും വിസ്താരവും ഏറിയ മിയാൻഡറുകളെ ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകൾ എന്ന് പറയുന്നു. തുടക്കത്തിൽ നേരിയ ചരിവോടുകൂടിയ പ്രതലങ്ങളിലാണ് മിയാൻഡറുകൾ രൂപം കൊള്ളുന്നത്. ക്രമേണ അപരദനം മൂലമോ ഭൂപ്രദേശത്തിന്റെ തുടർച്ചയായ ഉയർച്ച മൂലമോ മിയാൻഡറുകൾ ശിലകൾ ആഴ്ന്നിറങ്ങിപ്പോകും. അതായത് ആ ശിലകളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ആ പേരിൽ തന്നെ ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകൾ എന്ന്. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും. അതായത് ആദ്യം ഈ മിയാൻഡറിങ് സംഭവിക്കുന്നത്, പിന്നെ ക്രമേണ എന്താവും? ആഴ്ന്ന ആ ശിലയിൽ തന്നെ ഇങ്ങനെ കയറി അങ്ങ് പോകും. കാലക്രമേണ അവയുടെ വിസ്തൃതിയും ആഴവും വർദ്ധിക്കുന്നു. അതിന്റെ ഫലമായി കാഠിന്യമേറിയ ശിലകളുടെ പ്രദേശങ്ങളിൽ ഗിരികന്ധരങ്ങളും ബൃഹത് ഗിരികന്ധരങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസില്ലേ, അതിൽ തന്നെ ഗിരികന്ധരങ്ങളും ബൃഹത് ഗിരികന്ധരങ്ങൾ, ഗോർജസും കാനിയോൺസും ഇതിൽ രൂപം കൊള്ളുന്നുണ്ട്. കാലക്രമേണ അവിടെ ഇതെന്ത് രൂപപ്പെടുന്നുണ്ട്? ഗോർജസും കാനിയോൺസും രൂപപ്പെടും. അതാണ് ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വാല്യൂസ് നോക്കി,
പിന്നെ പോർട്ട് ഹോൾസ് നോക്കി, ഉരൽക്കുഴികൾ അതായത് ഉരക്കുഴികൾ, പ്ലഞ്ച് പൂൾസ് നോക്കി, ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ് ആഴ്ന്നിറങ്ങിയ മിയാൻഡറുകൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമതായിട്ടുള്ള നദീതട്ടുകൾ, റിവർ ടെറസസ് ആണ് നോക്കാനുള്ളത്. റിവർ ടെറസസ് പഴയ നദീ താഴ്വരകളുടെ തറകളും പ്രളയ സമതലങ്ങളുടെ നിരപ്പുകളും സൂചിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് നദീതട്ടുകൾ എന്ന് പറയുന്നത്. ഇവ എക്കൽ നിക്ഷേപങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ എക്കൽ നിക്ഷേപമില്ലാത്ത ശിലാപ്രതലങ്ങളിലോ ആയിരിക്കാം. ചിലപ്പോൾ എക്കൽ അലൂവിയൽ ഡിപ്പോസിഷൻ കാണും, ചിലപ്പോൾ ഉണ്ടാവേയില്ല. നദികൾ പ്രളയ സമതലങ്ങളിൽ എങ്ങനെയുള്ള അപരദനമാണ്? വെർട്ടിക്കൽ ഇറോഷൻ, ലംബതല അപരദനം നടത്തിയിട്ടാണ് ഈ നദീതട്ടുകൾ രൂപം കൊള്ളുന്നത്, അല്ലെ? വെർട്ടിക്കൽ ആയിട്ടുള്ള ഇറോഷൻ. നദീതട്ടുകൾ വിവിധ ഉയരങ്ങളിൽ കാണപ്പെടുന്നു. നദീതട്ടുകൾ വിവിധമായിട്ടുള്ള ഉയരങ്ങളിൽ കാണപ്പെടുന്നു. നദീതട്ടുകളുടെ തരങ്ങൾ നോക്കുകയാണെങ്കിൽ അത് രണ്ട് തരത്തിലാണുള്ളത്. അതായത് റിവർ ടെറസസിൽ പ്രധാനമായിട്ട് നദീതട്ടുകൾ പ്രധാനമായിട്ട് രണ്ടെണ്ണമാണുള്ളത്. പെയേർഡ് ടെറസസും അതുപോലെ തന്നെ അൺപെയേർഡ് ടെറസസും. എന്താണ് പെയേർഡ് ടെറസസ് എന്ന് പറയുന്നത്? ഈ പിക്ചറിൽ നോക്കിക്കേ, അതായത് ഈ രണ്ട് സൈഡിൽ, അതായത് നദി ഇങ്ങനെ ഇതിൽ കൂടി പോകുന്ന നദി, അതിന്റെ രണ്ട് സൈഡിലുമുള്ള തട്ടാണ്. ഈ തട്ടി നോക്കിക്കേ, ഒരു പെയർ പോലെ തന്നെ ഇതിനൊരു പെയറായിട്ട് കറക്റ്റ് എന്താണ്ട് ഇവിടെ ഉണ്ട്. പക്ഷേ അൺപെയർഡിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പെയർ ഇപ്പുറത്തേക്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലെ? പെയർഡ് ആയിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതാണ് അൺപെയർഡ് ടെറസസ് എന്ന് പറയുന്നത്. അപ്പൊ നദിയുടെ ഇരുവശങ്ങളിലും ഒരേ ഉയരത്തിൽ തട്ടുകൾ കാണപ്പെടുന്നു. കറക്റ്റ് അതേ ഉയരത്തിൽ ഓരോ പേയേഴ്സ് ആയിട്ടാണ് ഇങ്ങനെ തട്ടുകൾ കാണപ്പെടുന്നത്. തട്ടുകൾ ഒരു വശത്ത് മാത്രമേ കാണപ്പെടുകയോ ഇരുവശങ്ങളിലെയും തട്ടുകൾ വ്യത്യസ്ത ഉയരങ്ങളിലായിരിക്കും, അല്ലെ? ഒരേ പേരിലല്ല, അവ വ്യത്യസ്ത ഉയരങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉയരങ്ങളിലാണെങ്കിൽ നമുക്ക് അതിനെ അൺപെയർഡ് ടെറസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ടെറസസ് എന്ന് പറയുന്നത് ഒഴുകുന്ന ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പ്രളയ സമതലങ്ങളായിരിക്കാം, അല്ലെ? പ്രളയ സമതലങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഇറോഷൻ സംഭവിച്ചിട്ട് ഇതുമാതിരി പെയർഡ് ടെറസസോ അൺപെയർഡ് ടെറസസോ രൂപപ്പെടാറുണ്ട്. അപ്പൊ ഇറോഷണൽ ലാൻഡ് ഫോംസിന്റെ അഞ്ചാമത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഒഴുകുന്ന ജലത്തിന്റെ ഇറോഷണൽ അപരദന ഭൂരൂപങ്ങൾ എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കിക്കേ. താഴ്വരകളുണ്ട്. ഈ താഴ്വരകളിലുള്ളിലാണ് നമ്മൾ ഏത് പഠിച്ചത്? താഴ്വരകൾ, ഗോർജസും കാനയോൺസും പഠിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഏതാ? പോർട്ട് ഹോൾസ് പഠിച്ചു. മൂന്നാമത് പ്ലഞ്ച് പൂൾസ് പഠിച്ചു. ഇൻസൈസ്ഡ് മിയാൻഡേഴ്സ് പഠിച്ചു. പിന്നെ എന്താ? റിവർ ടെറസസ്, അല്ലെ? അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ്, അതായത് ഒഴുകുന്ന ജലത്തിന്റെ, റണ്ണിങ് വാട്ടറിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ എക്സാമിനും ചിലപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ റണ്ണിങ് വാട്ടറിന്റെ ഇറോഷണൽ ലാൻഡ് ഫോംസിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ള ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ഓരോന്നും വ്യക്തമായി പഠിച്ചു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. അതായത് ഒഴുകുന്ന ജലത്തിന് തന്നെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഡെൽറ്റാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അതൊക്കെ ഏതിലാണ് വരുന്നത്? ഡിപ്പോസിറ്റ് ചെയ്ത്, അല്ലെ? അത് ആ ഒഴുകി വന്ന ജലം എവിടെയെങ്കിലും കൊണ്ട് അതിലുള്ള സെഡിമെന്റ്സിനെ ഡിപ്പോസിറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ്. നോക്കാം. ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിൽ ആദ്യം വരുന്നത് ഹെക്കൽ വിശറികൾ, അതായത് അലൂവിയൽ ഫാൻസ് ആണ്. അപ്പൊ അലൂവിയൽ ഫാൻസ് എന്താണെന്ന് നോക്കാം. അലൂവിയൽ ഫാൻസും ഡെൽറ്റയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചരിവ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന നദികൾ മലയടിവാരത്തെ നിരന്ന പ്രദേശത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്കൽ വിശറികൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ചരിവ് കൂടിയ ഉയർന്ന പ്രദേശത്തിലൂടെ ഒഴുകി വരുന്ന ജലം മലയുടെ അടിവാരത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്കൽ വിശറികൾ, അതായത് അലൂവിയൽ ഫാൻസ് രൂപപ്പെടുന്നത്. ഉയർന്ന പർവ്വത ചരിവുകളിലൂടെ ഒഴുകുന്ന നദികൾ വലിപ്പമേറിയ അവസാദങ്ങൾ വഹിച്ചുകൊണ്ടുവരുന്നു, അല്ലെ? ഉയർന്ന പർവ്വത ചരിവുകളാണെങ്കിൽ അത് എന്തുണ്ടാക്കുന്നുണ്ട്? വലിപ്പമേറിയ അവസാദങ്ങളാണ് കൊണ്ടുവരുന്നത്. സമതല പ്രദേശത്ത് കടക്കുമ്പോൾ നദിയുടെ വേഗം കുറയുന്നതിനാൽ ഇവ അവസാദങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവിടെ തന്നെ നിക്ഷേപിക്കും. അതായത് സമതലത്തിലേക്ക് എത്തുമ്പോൾ ഇതിന് എന്ത് ചെയ്യും? വേഗത കുറയും നദിയുടെ, അല്ലെ? ആ ഫ്ലോയിങ് വാട്ടറിന്റെ വേഗത കുറയും. അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് കൊണ്ടുവന്ന അവസാദത്തിന്റെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റാതെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ ഉപേക്ഷിക്കും. അവിടെയാണ് എന്ത് രൂപപ്പെടുന്നത്? നിക്ഷേപിച്ച് അവിടെയാണ് നമ്മുടെ അലൂവിയൽ ഫാൻസ് രൂപപ്പെടുന്നത്. ഈ അലൂവിയൽ ഫാൻസിലും ഇതിലൂടെ കോണാകൃതിയിലുള്ള നിക്ഷേപങ്ങൾ രൂപപ്പെടുന്നു. ഇതാണ് എക്കൽ വിശറികൾ അഥവാ അലൂവിയൽ ഫാൻസ് എന്ന് പറഞ്ഞ എക്കൽ കൂനകൾ എന്നും പറയാറുണ്ട് കേട്ടോ. എക്കൽ വിശറികളുടെ മുകളിലൂടെ നദികൾ ദിശ മാറി ചാലുകളായി പിരിഞ്ഞൊഴുകുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു നദി എടുത്തു കഴിഞ്ഞാൽ അത് ട്രിബ്യൂട്ടറീസ്, പോഷക നദികളെന്നും കൈവഴികൾ, ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നും പറയാറുണ്ട്, അല്ലെ? അപ്പൊ പോഷക നദിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് അതിനെ പോഷിപ്പിക്കാനായിട്ട് വന്നു ചേരുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗംഗയാണെങ്കിൽ അത് യമുന വന്നു ചേരാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ വന്നു ചേരുന്ന റിവറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്, അല്ലെ പോഷിപ്പിക്കുന്ന നദികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു എക്സ്റ്റെൻഡത്തിൽ ഈ പറഞ്ഞത് മാതിരി ഇത് കൊണ്ടുവന്ന അവസാദങ്ങളെല്ലാം കൂടി കുമിഞ്ഞുകൂടി അതൊരു സമതലത്തിലെത്തിയപ്പോൾ ഇതിന് മുകളിലേക്ക് ഇത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഫ്ലോ കുറയും, അതിന്റെ സ്പീഡ് കുറയും. അപ്പൊ ഇതിന്റെ മണ്ടയിൽ കൂടി എങ്ങനെയെങ്കിലും ഒക്കെ പോയി ഇത് ദിശ മാറി പല സ്ഥലത്ത് പോകും. അതിന്റെ ആ മെയിൻ കോഴ്സിൽ നിന്നും എന്താണ് ഇങ്ങനെ പോകും. അതാണ് കൈവഴികൾ, അതിൻ്റെ കൈവഴികളായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിബ്യൂട്ടറീസും ഡിസ്ട്രിബ്യൂട്ടറീസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ എക്കൽ വിശറികളുടെ മുകളിലൂടെ പോയാണ് എന്ത് സംഭവിക്കുന്നത്, ദിശ മാറി ചാലുകളായി ഡിസ്ട്രിബ്യൂട്ടറീസ് ആകാറുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഇത് പിക്ചറിൽ നോക്കിക്കേ, നമ്മൾ മല പറഞ്ഞു, മലയുടെ അടിവാരത്ത് ഇങ്ങനെ കോൺ പോലെ അല്ലെ വിശറി ഇടതിൽ പോലെ വരുന്ന ആ എക്കൽ മണ്ണ, അതാണ് എക്കൽ കൂനകൾ എന്ന് പറയുന്നത്, അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത് പിക്ചറിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇനി വരുന്നതാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്, അല്ലെ നമ്മുടെ തന്നെ സുന്ദർബൻ ഡെൽറ്റ എന്നൊക്കെ നമ്മൾ ഏറ്റവും ഇന്ത്യയിലുള്ള സുന്ദർബൻ ഡെൽറ്റയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഡെൽറ്റ എന്നുള്ളത് നോക്കാം. നദികൾ നദീമുഖത്ത് വെച്ച്, അപ്പൊ ഈ പൊസിഷൻ നോക്കിക്കോണം, നമ്മുടെ അലൂവിയൽ ഫാൻസിനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നദീമുഖത്തല്ല എത്തുന്നത്, അല്ലെ ഇത് നദീമുഖത്ത് വെച്ച് കടലിൽ ചേരുമ്പോൾ അവ കൊണ്ടുവന്ന എക്കൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിലൂടെ രൂപം കൊള്ളുന്ന ഏതാകൃതിയിലുള്ള ത്രികോണാകൃതിയിലുള്ള എക്കൽ കൂനകളാണ് ഇതെന്ന് പറയുന്നത് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീക്ക് അക്ഷരമായിട്ട് ഈ ഒരു ഷേപ്പ് ഡെൽറ്റ, ഗ്രീക്ക് അക്ഷരമായിട്ടുള്ള ഡെൽറ്റയോട് സാമ്യമുള്ളതിലാണ് ഇവയെ എന്തെന്ന് അറിയപ്പെടുന്നത്, ഡെൽറ്റ എന്നറിയപ്പെടുന്നത്, ഡെൽറ്റകൾ എന്നറിയപ്പെടുന്നത്. ആ ഒരു ഗ്രീക്ക് അക്ഷരത്തിന് നോക്കിക്കേ, ഇങ്ങനെ വന്ന് ഈ നദി ഇവിടെ എല്ലാം അതിന്റെ മൗത്തിൽ ഇങ്ങനെ എന്താ പറയാ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് എന്ത് രൂപീകരിക്കുന്നത്, ഡെൽറ്റാസ് രൂപീകരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രളയ സമതലങ്ങൾ, ഫ്ലഡ് പ്ലെയിൻസ് എന്നുള്ളത് നോക്കാം. നദികൾ കവിഞ്ഞൊഴുകും, അല്ലെ അതിന്റെ കരയിൽ നിന്നും കവിഞ്ഞ് അതിൽ വെള്ളം കൂടുമ്പോൾ എന്ത് ചെയ്യും, കര കവിഞ്ഞൊഴുകും. അപ്പൊ നദികൾ കര കവിഞ്ഞൊഴുകുമ്പോൾ നദിയുടെ അടിത്തട്ടിലും ഇരുകരകളിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിലൂടെ രൂപം കൊള്ളുന്ന വിശാലവും നിരന്തരവുമായ ഭൂപ്രദേശമാണ് പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. നദീ നിക്ഷേപങ്ങളാൽ നിർമ്മിതമായ നദിയുടെ അടിത്തട്ടിനെ സജീവ പ്രളയ സമതലം, ആക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നു. അപ്പൊ നദീ നിക്ഷേപങ്ങളാൽ നിർമ്മിതമായ നദിയുടെ അടിത്തട്ടിന് എന്തെന്നാ പറയുന്നത്, ആക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയും. നദീതീരത്തിന് മുകളിലായുള്ള പ്രളയ സമതലത്തെ മന്ദപ്രളയ സമതലങ്ങൾ, ഇനാക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻസ് എന്നാണ്. അപ്പൊ ആക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻസും ഉണ്ട്, ഇനാക്റ്റീവ് ഫ്ലഡ് പ്ലെയിൻസും ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. നോക്കിക്കോ, ഫ്ലഡ് പ്ലെയിൻസ് രൂപപ്പെടുന്നത്, അതായത് കര ഒഴുകിയിട്ട് പിന്നെ ഈ നദി ചിലപ്പോൾ തിരിച്ച് അതിൻ്റെ ശരിക്കുള്ള സ്ട്രീമിൽ എത്തുമ്പോൾ എന്താ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തത് കണ്ടോ, ഫ്ലഡ് പ്ലെയിൻസ് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നാച്ചുറൽ ലെവീസ്. എന്താണ് നാച്ചുറൽ? നാലാമത്തെ നമ്മുടെ ഡിപ്പോസിഷൻ ലാൻഡ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്, നാച്ചുറൽ ലെവീസ് എന്ന് പറയുന്നത്, പ്രകൃതിദത്ത നദീതീര തടങ്ങൾ എന്ന് പറയുന്നത്. നദികൾ പ്രളയ സമയത്ത് കരകവിഞ്ഞൊഴുകുമ്പോൾ ഒഴുക്കിന്റെ വേഗം കുറഞ്ഞതിനാൽ വലിപ്പവും ഭാരമേറിയുമായ അവസാദങ്ങൾ നദീതീരത്തിന്റെ തൊട്ടടുത്ത് നിക്ഷേപിക്കപ്പെടുന്നതിലൂടെ രൂപപ്പെടുന്ന വരമ്പ് പോലെയുള്ള ഉയർന്ന തടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, പ്രകൃതിദത്ത നദീതീര തടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രകൃതിദത്ത നദീതീര തടങ്ങൾ, അതായത് നാച്ചുറൽ ലെവീസ്, തടകൾ എന്ന് പറയുന്നത്. വലിയ നദികളുടെ തീരങ്ങളിലാണ് നദീതീര തടങ്ങൾ കാണുന്നത്. വലിയ നദിയുടെ തീരങ്ങളാണ് എന്ത് കാണുന്നത്, ഈ നാച്ചുറൽ ലെവീസ് കാണപ്പെടുന്നത്. ഇനി എന്താണ് പോയിന്റ് ബാറുകൾ എന്ന് പറയുന്നത്? നദികളിലെ മിയാണ്ടർ വളവുകളുടെ, അതായത് പോയിന്റ് ബാർ, അതായത് നദികളിലെ മിയാണ്ടർ വളവുകളുടെ കോൺവെക്സ് സൈഡിൽ, അതായത് കോൺവെക്സ് സൈഡിൽ ഒഴുക്കിന്റെ വേഗം കുറഞ്ഞതിനാൽ അവസാദങ്ങൾ നിക്ഷേപിക്കുന്നതിലൂടെ രൂപം കൊള്ളുന്ന നദീ നിക്ഷേപ ഭൂരൂപമാണ് അവസാദ തിട്ടകൾ, അതായത് പോയിന്റ് ബാറുകൾ എന്ന് പറയുന്നത്. ഇവയെ മിയാണ്ടർ ബാറുകൾ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ നദികളിലെ ആ മിയാണ്ടറിങ് സംഭവിക്കുമ്പോൾ ഏത് സൈഡിലാണ്, കോൺവെക്സ് വശങ്ങളിൽ, ഉത്തല വശങ്ങളിലേക്കാണ് ഇത് രൂപപ്പെടുന്നത്. ഇതിനെ പോയിന്റ് ബാറിനെ എന്തെന്നും പറയാറുണ്ട്, മിയാണ്ടർ തിട്ടകൾ, മിയാണ്ടർ ബാറുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവസാദ തിട്ടകളിനെ എന്തെന്നും പറയും, മിയാണ്ടർ തിട്ടകൾ എന്നും പറയാറുണ്ട്. ഇത് നോക്കിക്കേ, പോയിന്റ് ബാറും കണ്ടോ, ഇതാണ് പോയിന്റ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് മിയാണ്ടേഴ്സ് ആണ്. അതായത് മിയാണ്ടേഴ്സ് ആക്ച്വലി നമുക്ക് ഒരു ഇതിന്റെ ലാൻഡ് ഫോം എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഇടാം അല്ലെ, മിയാണ്ടറുകൾ. അതായത് വലിയ പ്രളയ സമതലങ്ങളിലും ഡെൽറ്റ സമതലങ്ങളിലും നദികൾ നേർരേഖയിൽ ഒഴുകാതെ വളഞ്ഞു പുളഞ്ഞൊഴുകും. ഇപ്പൊ നദി എന്തായാലും ഈ വരുന്ന സമയത്ത് നദി ഒഴുകി വരുമ്പോൾ ഒരുപാട് അവസാദങ്ങൾ, ഒരുപാട് മണ്ണും മണലും കല്ലും ഒക്കെ ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് കുറേ സമയം, അതായത് ഇപ്പം ഒരു നദി എന്താണ് ഒരു കുന്നിന്റെ മുകളിൽ
കൂടി വരുമ്പോൾ അതിന്റെ അത്രയും വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതൊരു സമതലത്തിലേക്ക് കയറുമ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് കുറയുന്നത് കൊണ്ട് തന്നെ ഈ അവസാദങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഒരു വെലോസിറ്റി അതിനില്ല. ആ സമയം ഇതെന്ത് ചെയ്യും, ഈ അവസാദങ്ങളെയും കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിൽ ഇതിനെ വളയും. ഈ വളയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ഇങ്ങനെ വളയങ്ങൾ പോലെയുള്ള ഒഴുക്ക് ഗതിയിനെയാണ് മിയാൻഡറുകൾ എന്ന് പറയുന്നത്. മിയാൻഡറുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരൂപമല്ല, അതായത് ലാൻഡ് ഫോം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. നദിയുടെ ഒഴുക്ക് ക്രമം ഒരു പാറ്റേൺ മാത്രമാണ്, മനസ്സിലായോ? അതായത് ഒരു പാറ്റേൺ, അതായത് ആക്ച്വലി ഇതിനൊരു ലാൻഡ് ഫോം എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു പാറ്റേൺ ആണ്. അതായത് ആ റിവർ കാണിക്കുന്ന ഒരു പാറ്റേൺ, അതിന്റെ ഫ്ലോയിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ മിയാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിയാൻഡറുകൾ രൂപപ്പെടുന്ന കാരണങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നദി ഒഴുകി വരുമ്പോൾ എന്തായാലും കുറെ അവസാദങ്ങൾ കൊണ്ടുവരുന്ന കേസുകളൊക്കെ പറഞ്ഞു. അത് ചരിവിലൂടെ ഒഴുകുന്നത് പോലെയല്ല, അതെന്താ പ്ലെയിൻസിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നതും ഒക്കെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് മിയാൻഡറുകൾ രൂപപ്പെടുന്ന, അങ്ങനെ 3 കാരണങ്ങളുണ്ട്. ആ 3 കാരണങ്ങൾ നോക്കാം. അതായത് നേർത്ത ചരിവുകളിലൂടെ ഒഴുകുന്ന ജലത്തിന് വശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള പ്രവണത. ഒരു നേർത്ത ചരിവിലൂടെ ഒഴുകുമ്പോൾ അതിന് സ്വാഭാവികമായി വശങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ടുള്ളൊരു പ്രവണത വരുന്നുണ്ട്. നദീതീരങ്ങളിലെ ഉറപ്പില്ലാത്ത എക്കൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ. 3ാമത് ജലത്തിന്റെ ഒഴുക്കിനെ വ്യതിചലിപ്പിക്കുന്ന കോറിയോളിസിസ് ബലം. അപ്പൊ ഒരു കോറിയോളിസിസ് ബലം എന്ത് ചെയ്യുന്നുണ്ട്, എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മിയാൻഡറുകൾ രൂപപ്പെടാനായിട്ട് ഇൻഫ്ലുവൻസ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. നേരത്തെ ചരിവുകളിലൂടെ ഒഴുകുന്ന ജലത്തിന് വശങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് ഒരു പ്രവണതയുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഇനി നദീതീരങ്ങളിലെ ഉറപ്പില്ലാത്ത എക്കൽ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന അതായത് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രമക്കേടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒഴുക്കിനെ വ്യതിചലിപ്പിക്കുന്ന കോറിയോളിസിസ് ബലമുണ്ട്. അപ്പൊ ഈ 3 കാരണങ്ങളെല്ലാം ഈ 3 കാരണങ്ങൾ കാരണം മിയാൻഡറുകൾ രൂപപ്പെടാറുണ്ട്. ഇനി വലിയ നദികളുടെ മിയാൻഡറുകളിൽ ഉത്തല തീരത്ത് സജീവ അവസാദ നിക്ഷേപം നടക്കുകയും അവതല തീരത്ത് അതായത് കോൺകേവ് ബാങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഉള്ളുകാർന്നെടുക്കൽ അണ്ടർ കട്ടിംഗ് പ്രക്രിയ നടക്കുകയും ചെയ്യുന്നു. അപ്പൊ വലിയ നദികളുടെ മിയാൻഡറുകളിൽ ഉത്തല തീരത്ത് കോൺവെക്സ് ബാങ്കിൽ സജീവമായിട്ടുള്ള അവസാദ നിക്ഷേപണം നടക്കുകയും അവതല തീരം അതായത് കോൺകേവ് ബാങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അണ്ടർ കട്ടിംഗ് എന്ന പ്രക്രിയ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവതലം എന്ന് പറയുമ്പോൾ എന്താണ്, കോൺകേവ് ബാങ്ക്. അവതല തീരത്തെ വിച്ഛേദിക്കപ്പെട്ട തീരത്തിനെയാണ് കട്ട് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇതിന് കുത്തനെയുള്ള ചരിവ് ഉണ്ടായിരിക്കും. അപ്പൊ കട്ട് ഓഫ് ബാങ്കിന് എന്തുണ്ട്, ഒരു കുത്തനെയുള്ള ഒരു ചരിവ് ഉണ്ടാവും. അതേസമയം ഉത്തല തീരത്തിന് നേർത്ത ചരിവുകളാണ് ഉള്ളത്. ഇതിന് നീളവും കൂടുതലായിരിക്കും. ഇവയെ നീങ്ങിയ തീരം അതായത് സ്ലിപ്പായി പോവുക എന്ന് പറയത്തില്ലേ, കട്ട് ഓഫ് ബാങ്കും സ്ലിപ്പ് ഓഫ് ബാങ്കും പറയാം. അപ്പൊ അതേസമയം ഉത്തല തീരത്തിന് നേർത്ത ചരിവാണ് ഉള്ളത്. ഉത്തല തീരത്തിന് എന്താണുള്ളത്, നേർത്ത ചരിവാണുള്ളത്, സ്ലിപ്പ് ഓഫ് ബാങ്ക്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോ, കട്ട് ഓഫ് ബാങ്കും സ്ലിപ്പ് ഓഫ് ബാങ്ക്, പിന്നെ കട്ട് ഓഫ് ബാങ്കും ഒക്കെ കാണുന്നുണ്ട്. പോയിന്റ് ബാറുകളുണ്ട് ഇതിൽ, നോക്കിയേ, സ്ലിപ്പ് ഓഫ് ബാങ്ക് പോയിന്റ് ബാറുകളും അതിൽ കാണാം. മിയാൻഡറുകൾ ആഴത്തിലുള്ള വളയങ്ങളായി വികസിക്കുന്നതോടുകൂടി അവ നദിയിൽ നിന്നും വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. അതായത് ആഴത്തിലുള്ള വളയങ്ങളായിട്ട് വികസിക്കുന്നതോടുകൂടി നദിയിൽ നിന്നും അത് പോവുകയാണ് ചെയ്യുന്നത്. ജലം ഒഴുകി വന്നടിക്കുന്ന ഭാഗങ്ങളിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് അപരദനം മൂലമാണ് അവ വിച്ഛേദിക്കപ്പെടുന്നത്. ഇങ്ങനെ വിച്ഛേദിക്കപ്പെട്ട വക്രവലയം ക്രമേണ ജല തടാകങ്ങളായി മാറുന്നു. അതാണ് നമ്മുടെ ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്, ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇങ്ങനെ പോയിട്ടുള്ളത് ഇങ്ങനെ അതിൽ നിന്നും കട്ട് ചെയ്ത് പിന്നെ പോയിട്ട് ഒരു ചെറിയ തടാകം പോലെ, അതെ, മെയിൻ സ്ട്രീമിൽ നിന്നും എന്താണിത്, ഇത്രയും ഭാഗം വിച്ഛേദിക്കപ്പെട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തടാകം പോലെ വരും. അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുന്നത്. എന്താണ് ബ്രെയ്ഡഡ്, അതായത് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്താണെന്ന് നോക്കാം. പരസ്പര ബന്ധിതമായ അനേകം ചെറുചാലുകളുടെ ശൃംഖലയാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ എന്ന് പറയുന്നത്. പരസ്പര ബന്ധിതമായിട്ടുള്ള അനേകം ചെറുചാലുകൾ, ആ ചെറുചാലുകളുടെ ശൃംഖല. നദികൾ വലിപ്പവും ഭാരവും കൂടിയ പരുക്കൻ വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അവ നദിയുടെ മധ്യഭാഗത്ത് തന്നെ നിക്ഷേപിക്കുന്നു. ഏത് ഭാഗത്താണ് നിക്ഷേപിക്കുന്നത്, മധ്യഭാഗത്ത് തന്നെ. ഇതിന്റെ ഫലമായി മധ്യത്തിൽ വരമ്പുകൾ രൂപപ്പെടുകയും നദി വശങ്ങളിലേക്ക് പിരിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇത് തീരങ്ങളിലെ പാർശ്വ അപരദനം വർദ്ധിച്ച് താഴ്വര വിസ്തൃതമാക്കുകയാണ് ചെയ്യുന്നത്. താഴ്വര വിസ്തൃതമാകുമ്പോൾ നദിയുടെ ആഴം കുറയുകയും കൂടുതൽ നിക്ഷേപണം നടക്കുകയും ചെയ്യുന്നു. താഴ്വര എന്ത് ചെയ്യുന്നുണ്ട്, വിസ്തൃതമായി പോവുകയാണ്. അപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, നദിയുടെ ആഴം എന്ത് ചെയ്യും, കുറയും.
കൂടുതൽ നിക്ഷേപണം നടക്കുകയും ചെയ്യുന്നുണ്ട്, ഡിപ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ ചെറുദ്വീപുകളും തിട്ടകളും രൂപം കൊള്ളുകയും നദി അനേകം ചെറുചാലുകളായി പിണഞ്ഞൊഴുകുകയും ചെയ്യുന്നില്ല, പിരിഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. ഈ ചാലുകൾ വീണ്ടും കൂടിച്ചേരുകയും വീണ്ടും പിരിയുകയും ചെയ്യുന്നതിനെയാണ് പിണഞ്ഞൊഴുകുന്ന ചാലുകൾ രൂപം കൊള്ളുന്നത്. നോക്കിക്കോ, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ, അതായത് നമ്മൾ മുടിയൊക്കെ പിന്നിടുക, പിണഞ്ഞു പോകുക എന്നൊക്കെ പറയില്ല, അങ്ങനെ പിണഞ്ഞ് പോകുന്ന ചാലുകളാണ് ഇത് ബ്രെയ്ഡഡ് ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതായത് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് ഏത് ചാപ്റ്റേഴ്സ് നിന്നാണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് റെഫറൻസ് എടുത്തതെന്ന് പറയും. റെഫറൻസ് എന്ന് പറയുന്നത് SCERT ക്ലാസ് 9 ചാപ്റ്റർ 4, അതായത് പഴയ SCERT, അതുപോലെ തന്നെ +1 7ാമത്തെ ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ, അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കിയത് റണ്ണിങ് വാട്ടർ എന്ന ജിയോമോർഫിക് ഏജന്റിന്റെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസും അതുപോലെ തന്നെ ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് നോക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ ഇറോഷണൽ ലാൻഡ് ഫോംസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിന്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഓരോ ലാൻഡ് ഫോംസും ഏത് ഏജന്റിന്റെ ഫലമായിട്ടാണെന്നുള്ളതും അതിൽ തന്നെ അതിന്റെ ഡിപ്പോസിഷണൽ ആണോ ഇറോഷണൽ ആണോ എന്നുള്ളത് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക. ഇത് എല്ലാ എക്സാമുകൾക്കും, ഡിഗ്രി ലെവൽ എന്നല്ല 10th ലെവൽ എന്നല്ല, എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ജിയോമോർഫിക് ഏജന്റും അതിന്റെ ഡിപ്പോസിഷണൽ ഇറോഷണൽ ലാൻഡ് ഫോംസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും നന്ദി.